കൊന്നത് ക്രൂരമായി, മകന്റെ വിചിത്ര മൊഴി. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഇടുക്കി എഴുകുംവയലിൽ മകൻ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയത് അതിക്രൂരമായിട്ടാണ്. ആന്തരികാവയവങ്ങൾ പുറത്തുവന്ന നിലയിലായിരുന്നു ആന്റണിയുടെയും ഭാര്യ വത്സമ്മയുടെയും മൃതദേഹം കണ്ടെത്തിയത്. കൊലപാതകത്തിനു ശേഷം ഈ പ്രതി അജീഷ് ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി അത് ബന്ധുവിന് അയച്ചു കൊടുത്തു. ബന്ധു ഈ ദൃശ്യങ്ങൾ ഇടവകയിലെ വൈദികന് അയച്ചു കൊടുത്തതോടുകൂടിയാണ് ഈ കൊലപാതക വിവരം തന്നെ പുറം ലോകം അറിഞ്ഞത്. പ്രതിയെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. റാംഷാ CP വാർത്തയുടെ വിവരങ്ങൾ നൽകും. റാംഷാ, ഈ പ്രതി സംസാരിക്കുന്നത്രയും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു സൈക്കോ രീതിയിലാണ്. ഇയാൾ ഒരു തനി സൈക്കോ ആണ്. പക്ഷെ ഒരു ചോദ്യം, ഇയാളെ ആര് സൈക്കോ ആക്കി? എങ്ങനെ ഇയാൾ സൈക്കോ ആയി മാറി? അതായത് ലഹരിയാണോ വില്ലൻ? നാട്ടുകാർ ഇയാളെക്കുറിച്ച് എന്താണ് പറയുന്നത്? സ്വന്തം അച്ഛനെയും അമ്മയും ഇത്ര നിഷ്ഠൂരമായി കൊന്നു തീർക്കാനും മാത്രം എങ്ങനെയാണ് ഇയാൾക്കൊരു മനോനില കൈവന്നത്? ഷിയാസ്, ഇടുക്കി എഴുകുംവയലിൽ ഇന്നലെ രാത്രി മകൻ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയ വാർത്ത ഏറെ വേദനയോടുകൂടിയാണ് കേരളം കേട്ടത്. ആന്തരിക അവയവങ്ങൾ പുറത്തു വന്ന നിലയിലായിരുന്നു ഈ മാതാപിതാക്കളുടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത്. ഇയാൾ ഈ നിലയിൽ മൃതദേഹത്തിന്റെ ഫോട്ടോ എടുത്ത് ബന്ധുക്കൾക്കും വൈദികനും നാട്ടുകാർക്കുമൊക്കെ അയച്ചു നൽകുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് പോലീസ് വിവരമറിഞ്ഞ് വീട്ടിലെത്തുകയും മകൻ അജീഷിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ ഇയാൾ പറഞ്ഞത് മാതാപിതാക്കളെ താൻ ദൈവത്തിനടുത്തേക്ക് അയച്ചു എന്നതായിരുന്നു. പക്ഷേ ഇന്ന് ഉച്ചയോടുകൂടി വീണ്ടും ഈ അജീഷിനെ വീട്ടിൽ തെളിവെടുപ്പിനായി കൊണ്ടുവന്നപ്പോൾ ഇയാൾ പറഞ്ഞത് തന്നെ ഇത് തനിക്കുള്ള പണിയാണ് എന്നതായിരുന്നു. അതായത് താൻ ഈ കൊലപാതകം ചെയ്തിട്ടില്ല, ഇത് തന്നെ കുടുക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് എന്നൊക്കെയാണ് ഇയാൾ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ പറഞ്ഞത്. ഏതായാലും ഇയാൾ ലഹരിക്കടിമയാണ് എന്നതാണ് പോലീസ് പറയുന്നത്. ഇന്നലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴും ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുകൂടി പോലീസ് പറയുന്നുണ്ട്. ഇയാളെ ഡി അഡിക്ഷൻ സെന്ററിൽ ആക്കിയതിനും അതോടൊപ്പം സ്വത്ത് തർക്കവുമൊക്കെയുമായി ബന്ധപ്പെട്ടാണ് ഈ കൊലപാതകം നടത്തിയത് എന്നതാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇന്ന് തെളിവെടുപ്പിന് ശേഷം അജീഷിനെ റിമാൻഡിലാക്കിയിട്ടുണ്ട്. മാതാപിതാക്കളുടെ ശവസംസ്കാരം നാളെയാണ് നടക്കുക. ഷിയാസ്. ശരി റാംഷാ, ലഹരി ഒരു മനുഷ്യനെ എത്രമാത്രം ക്രൂരനാക്കി മാറ്റും, അയാൾക്ക് എന്തും ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് ലഹരി അയാളെ ചെന്ന് എത്തിക്കുമെന്നുള്ളതാണ്. ദിവസവും ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കാറുണ്ട്. പക്ഷേ അജീഷിനെ ലഹരിയാണ് ഇല്ലാതാക്കിയത്. ഡി അഡിക്ഷൻ സെന്ററിൽ തന്റെ മാതാപിതാക്കൾ മുൻകൈയെടുത്ത് തന്നെ കൊണ്ടുചെന്നാക്കി എന്നുള്ള പക ആ അച്ഛനെയും അമ്മയെയും ക്രൂരമായി കുത്തിക്കൊല്ലുന്നതിലേക്ക് അയാളെ കൊണ്ടുചെന്ന് എത്തിച്ചു.